بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. ഇഖ്ലാസിന്റെ ബാബാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമലിൽ കലർപ്പുള്ള അമലിന്റെ ഹുക്കുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. വെറും ഇഖ്ലാസ് തന്നെയാണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ സവാബ് മാത്രമാണ് ഉണ്ടാവുക. റിയാ മാത്രമാണ് ചിന്ത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അള്ളാഹുവിന്റെ ശിക്ഷ മാത്രമാണ് ഉണ്ടാവുക. മനസ്സിൽ റിയാന്റെ ചിന്തയും ഉണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തഖറുബിന്റെ ഇഖ്ലാസിന്റെ ചിന്തയും ഉണ്ട്. എങ്കിൽ അവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതാണ്. അപ്പോൾ ഇതിന്റെ ആകെ ചുരുക്കം എന്താന്ന് പറഞ്ഞായിരുന്നു. ഇതിന്റെ മൂടി ഒന്ന് അഴിച്ചു വെക്കുക ഈ വിഷയത്തിന്റെ. അപ്പൊ അത് ഈ അമലുകളെല്ലാം തന്നെ അതിന്റെ തഹസീർ കൽബുകളിലാണ്. റിയാഇന്റെ പ്രേരണ അത് മനുഷ്യനെ നശിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. ആ പ്രേരണയ്ക്കുള്ള കഥ, അത് വളരുന്ന വളം എന്താണ്? അതനുസരിച്ച് അമൽ ചെയ്യലാണ്. നന്മയുടെ പ്രേരണ അത് മുൻജിയാത്ത് രക്ഷിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. അത് വളരുന്നത് എന്തുകൊണ്ടാണ്? അതനുസരിച്ച് അമൽ ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. രണ്ട് സിഫത്തും ഒരുമിച്ച് കൂടിയാൽ തഖർറുബു ഇലല്ലാഹിയും ഉണ്ട്, ചെറിയൊരു റിയാവും ഉണ്ട് കൽബില്. അപ്പൊ അത് രണ്ടും പരസ്പരം വിരുദ്ധമാണ്. അപ്പൊ അവിടെ റിയാന്റെ തേട്ടം അനുസരിച്ച് ഒരാൾ ചെയ്താൽ അയാൾക്ക് ആ റിയാന്റെ കൂവത്താണ് വർദ്ധിക്കുക, സാബിത്താവുക, വർദ്ധിക്കുക, ശക്തിപ്പെടുക. ഇനി തഖർറുബിന്റെ തേട്ടം അനുസരിച്ച് ഒരാൾ അമൽ ചെയ്താൽ ആ കൂവത്ത് അയാളിൽ വർദ്ധിക്കും എന്ന് പറഞ്ഞു. രണ്ടും തുല്യമാണെങ്കിലോ, ഇതിന്റെ കൂവത്തും മറ്റേതിന്റെ കൂവത്തും തുല്യമാണെങ്കിലും അപ്പൊ അത് തമ്മിൽ മാറ്റുരയ്ക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തക്കാവും ഉണ്ടാവും. തക്കാവ് എന്ന് പറഞ്ഞാൽ മത്സരം വരും. അപ്പൊ ഫക്കാന അതാകും. ഇനി ഇവിടെ നമ്മൾക്കാണ് എടുക്കേണ്ടത്. ഫക്കാന അതാകും കൽ മുസ്തദിരി ബിൽ ഹറാറത്തി, ചൂട് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ പോലെയാവും. ഇതാ തനാവൽ, അയാൾ കരസ്ഥമാക്കിയാൽ മാ യദുറുഹു, അയാളെ ഉപദ്രവിക്കുന്ന ആ ചൂട് അയാൾക്കുണ്ടായി. സുമ്മത്തനാവലെ, പിന്നീട് അയാൾ കരസ്ഥമാക്കി മിനൽ മുബരിദാത്തി, തണുപ്പിക്കുന്ന വസ്തുക്കളാൽ മാ യുഖാവിമു ഖദറ ഖുവ്വത്തിഹി, അയാൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ആ കൂവത്തിന്റെ അളവിനോട് മാറ്റുരയ്ക്കാൻ പറ്റിയ ഒന്ന് ഇപ്പുറത്തും അയാൾ കരസ്ഥമാക്കി. ഹറാറത്തിന്റെ, ചൂടിന്റെ ആ ബുദ്ധിമുട്ട് അത് അയാൾക്ക് കിട്ടി. ആ ചൂടിനെ ശമിപ്പിക്കാനുള്ള തണുപ്പിന്റെ ചൂട് പോലത്തെ ഒരു കൂവത്ത്, ചൂടിനോട് മാറ്റുരയ്ക്കാൻ പറ്റുന്ന, മത്സരിക്കാൻ പറ്റുന്നൊരു കൂവത്ത് തണുപ്പിൻ്റെതും ഉണ്ടായി. അപ്പൊ ഫയക്കൂനു ബഅദ തനാവുലിഹിമ, ഇത് രണ്ടും കൂടെ അവന് കരസ്ഥമായതിനു ശേഷം അവനാകും കാന്നഹു ലം യതനാവൽ ഹുമ, അത് രണ്ടും അവന് കരസ്ഥമാകാതിരുന്നത് പോലെ. അഥവാ അവന് ഇതിനു മുമ്പ് ചൂടും ഉണ്ടായിട്ടില്ല തണുപ്പും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്ന രൂപത്തിലാകും അവന്റെ ശരീരം. രണ്ടും കൂടെ വരുമ്പോൾ രണ്ടും തുല്യമായിട്ട് വന്നു. ചൂടിനെ കവച്ചു വെക്കാൻ പറ്റുന്ന, ചൂടിനെ ശമിപ്പിക്കാൻ പറ്റുന്ന തണുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിലായി. രണ്ടും ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാകും. അതുപോലെയാണ് ഈ പറയുന്ന റിയാഉം വന്നു തഖർറുബും വന്നു തുല്യമായിട്ട് വന്നാൽ ലാ ലഹു വലാ അലൈഹി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി വൈങ്കാന അഹദുഹുമാ ഗാലിബൻ, രണ്ടിൽപ്പെട്ട ഒന്ന് മികച്ചു നിൽക്കുകയാണ്. ഒന്നുകിൽ ചൂട് മികച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ തണുപ്പ് മികച്ചു നിൽക്കുന്നു. എന്നാൽ ലം യഖ്ലുൽ ഗാലിബു, ആ ഗാലിബ് ഒഴിവാവുകയില്ല. ആ അസറിൻ, അസറിനെ തൊട്ട്. ചൂട് മികച്ചാൽ ചൂടിന്റെ അസർ ഉണ്ടാവും, തണുപ്പ് മികച്ചാൽ തണുപ്പിന്റെ അസർ ഉണ്ടാവും. അപ്പൊ കമാ ലാ യദീഉ, ഒരു ഉദാഹരണം പറഞ്ഞാൽ അതുപോലെ അദ്ദേഹം പറയാണ് കമാ ലാ യദീഉ മിസ്കാലു ദർറത്തിൻ മിന തആമി, ഭക്ഷണത്തിന്റെ ഒരു അണുവിള തൂക്കം പാഴാകാത്തതുപോലെ, വശറാബി, പാനീയത്തിന്റെയും, വലതവ്യത്ത്, മരുന്നിന്റെയും. മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭക്ഷണം, അവൻ കുടിക്കുന്ന വെള്ളം, അവൻ സേവിക്കുന്ന മരുന്ന്, അതിന്റെ ഒരു ദർറത്ത് പോലും അവന് പാഴാകത്തില്ല. ഏതെങ്കിലും ഒരു രൂപത്തിൽ അവന്റെ ശരീരത്തിന് പ്രയോജനപ്പെടും. വലാ യൻഫഖു അൻ അസറിൻ ഫിൽ ജസദി, ശരീരത്തിൽ ഒരു അസറിനെ തൊട്ടും അത് ഒഴിവാവുകയില്ല, തനിക്കുകയില്ല, മാറിപ്പോവുകയില്ല. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം, അവന്റെ പാനീയം, അത് എത്ര കുറവാണെങ്കിലും മരുന്നും അതെല്ലാം
അവന്റെ ശരീരത്തിനുണ്ടാകുന്ന അസരണത്തിൽ അത് ഒഴിവാകത്തില്ല. ഹുക്കുമി സുന്നത്തില്ല, അള്ളാഹുവിന്റെ സുന്നത്ത് അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചാൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. അല്പമാണെങ്കിൽ അല്പ പ്രതിഫലനം ഉണ്ടാകും, കൂടുതലാണെങ്കിൽ കൂടുതൽ പ്രതിഫലനം ഉണ്ടാകും. മരുന്നും അങ്ങനെ തന്നെ പ്രതിഫലനം ഉണ്ടാകാണ്ടിരിക്കില്ല. ഇപ്പൊ കദാലിക ഇപ്രകാരം ലാ യളീഉ മിസ്കാലു ദർറത്തിൻ മിനൽ ഖൈരി, മനുഷ്യൻ ചെയ്യുന്ന ഖൈറിന്റെ അണുമണി തൂക്കം പാഴാകത്തില്ല. അപ്പൊ ഷറിന്റെ അണുമണി തൂക്കവും പാഴാക്കുകയില്ല. വലാ യൻഫക്കു അൻ തഅസീരിഹി, അത് പ്രതിഫലനം ഉണ്ടാക്കുന്നതിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുകയുമില്ല. ഫി ഇനാറത്തിൽ കൽബ്, കൽബിനെ പ്രകാശിപ്പിക്കുന്നതിൽ. ഔ തസ്ബീദിഹി, അല്ലെങ്കിൽ കൽബിനെ കറുപ്പിക്കുന്നതിൽ. വഫി തക്രീബിഹി, കൽബിനെ മിനല്ലാഹി, അള്ളാഹുവിനോട് അടുപ്പിക്കുന്നതിൽ. ഔ ഇബാദ്, അല്ലെങ്കിൽ അകറ്റുന്നതിൽ എന്തെങ്കിലും ഉണ്ടാകും. ഖൈറിന്റെയോ ഷറിന്റെയോ മിസ്കാൽ ദർറത്തുണ്ടായെങ്കിൽ തന്നെയും ഒന്നുകിൽ കൽബിന്റെ മിസ്കാൽ ദർറത്ത് ഖൈറാണെങ്കിൽ കൽബ് പ്രകാശിക്കും, ഷറാണെങ്കിൽ കൽബ് കറുക്കും. മിസ്കാൽ ദർറത്ത് ഖൈറാണെങ്കിൽ അതനുസരിച്ച് അവൻ അള്ളാഹുലേക്ക് അടുക്കും, ഷറാണെങ്കിൽ അകന്നു പോകും. ഈ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഭക്ഷണത്തിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് ഇത് പറയുക. അപ്പൊ ഫൈദ ജാ, ഒരുവൻ കൊണ്ടുവന്നാൽ ബിമാ യുഖരിബുഹു, അള്ളാഹുവിനോട് അടുപ്പിക്കുന്ന ഒരു കാര്യത്തെ അവൻ കൊണ്ടുവന്നു. ശിബ്രൻ, ഒരു ചാൺ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം അവൻ ചെയ്തു. മഹമ, ഒന്നോടുകൂടെ യുബിഉദു, അത് അവനെ അകറ്റും. ശിബ്രൻ, ഒരു ചാൻ അവനെ അള്ളാഹുവിൽ നിന്ന് അകറ്റും. ഇത് രണ്ടും വന്നു. ഒരു ചാൻ അകറ്റുന്നവൻ ചെയ്തു, ഒരു ചാൻ അടുക്കുന്നതും ചെയ്തു. അപ്പൊ പിന്നെ ഒരിടത്തേക്ക് മാറത്തില്ല. ഫഖദ് ആദ, അവൻ മടങ്ങി വരും. ഇലാമാ കാൻ, അവൻ എവിടെയായിരുന്നു അങ്ങോട്ടേക്ക് മടങ്ങി വരും. ഒരു ചാൻ മുമ്പോട്ട് പോകാനുള്ള അമലവൻ ചെയ്തു, ഒരു ചാൻ പിമ്പോട്ട് പോകുന്നതും ചെയ്തു. രണ്ടും കൂടെ വന്നപ്പോ എന്തായി? അവിടെ മുമ്പോട്ടുമില്ല പിമ്പോട്ടുമില്ല, അവന് പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കും. ഫലം യക്കുൻ ലഹു, അത് അവന് അനുകൂലമല്ല. വല അലിഹി, അവന് പ്രതികൂലവുമല്ല. ഇനി വൈങ്കാനൽ ഫിഅൽ, അവൻ ചെയ്യുന്ന പ്രവൃത്തിയായാൽ മിമ്മ, ഒന്നിൽപ്പെട്ടാണെങ്കിൽ യുക്കരിബ്, അത് അവനെ അടുപ്പിക്കും. ശിബറിൻ, രണ്ട് ചാൻ. വല്ലാഹുർ, തിന്മയാകുന്ന മറ്റത് യുബിഉദുഹു ശിബറൻ, ഒരു ചാൻ അകറ്റിക്കളയുന്നതായ തിന്മ ചെയ്തു, രണ്ട് ചാൻ അടുപ്പിക്കുന്നതായ നന്മ ചെയ്തു. അപ്പൊ എന്താ? ഒരു ചാൻ ലാഭമാണ്. അപ്പോ ഫലല്ലഹു, അയാൾക്ക് പാഴായി. ലാ മഹാൽ, നിസ്സംശയം ശിബിർ, ഒരു ചാൻ പാഴായി. ഏത് ചാണ്? ഈ തിന്മ വന്നതല്ലോ, അപ്പൊ അതിനോട് മുക്കാവിമാകുന്ന ഖൈറിന്റെ ഒരു ചാൻ അത് പാഴായി, മറ്റത് അവന് ലാഭമായിരിക്കും. വഖദ്കാലൻ നബിയു, അതായത് എന്ത് നന്മ ചെയ്താലും ആ നന്മയ്ക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകും. അപ്പൊ അവിടെ റിയാഇന്റെ ചിന്ത വന്നുവെങ്കിൽ തന്നെയും തഖർറുബ് ഇലല്ലാഹിയുടെ ചിന്ത ഉണ്ടെങ്കിൽ അതിന് അള്ളാഹു തആല കൂലി തരും. വഖദ്കാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ബിഉ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞു, സയ്യിഅത്തിനോട് നീ ഹസനത്തിനെ തുടർത്ത്, ആ സയ്യിഅത്ത് ആ ഹസനത്ത് ആ സയ്യിഅത്തിനെ മായ്ച്ചു കളയും. അപ്പൊ അതാണ്, ഒരു നന്മ വന്നാൽ ആ തിന്മ അത് മായ്ച്ചു കളയും. അപ്പൊ ഫൈദാക്കാന റിയാ ഉൽ മഹദു, വെറും റിയാ യംഹൂഹു, അതിനെ മായ്ച്ചു കളയുമെങ്കിൽ അൽ ഇഖ്ലാസുൽ മഹദു, തനിച്ച ഇഖ്ലാസ് വന്നാൽ മറ്റേ റിയാ അക്കീബ്, അതിന്റെ പുറകിൽ വരുന്ന ഇഖ്ലാസ് അതിനെ മായ്ച്ചു കളയുമെങ്കിൽ, അപ്പൊ ഫൈദജിത്തമഅ ജമീഅൻ, രണ്ടും ഒത്തുകൂടിയാലോ, ഇഖ്ലാസും റിയാവും ഒത്തുകൂടിയെങ്കിൽ ഫലാ ബുദ്ധ, അത്യാവശ്യമാണ് യതദാഫഅ, അത് പരസ്പരം പോരടിക്കൽ, പ്രതികരിക്കൽ, ബില്ലറൂറ. അപ്പൊ അങ്ങനെ പോരടിക്കുമ്പോൾ അത് ഏതാണോ കൂടുതലുള്ളത് അത് ഇവന്റെ മുമ്പിൽ തെളിഞ്ഞു വരും. വയസ്അദുലിഹാദ, ഞാൻ ഇപ്പറഞ്ഞ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഇജ്മാഉൽ ഉമ്മത്തി, ഉമ്മത്തിന്റെ ഐക്യത്തിനുള്ള അഭിപ്രായം. എന്താണ് ഇജ്മാഉ? അല അന്നമൻ, ഒരാള് ഖറജ ഹാജൻ, അയാൾ ഹജ്ജ് ചെയ്യുന്നതിനായി പുറപ്പെട്ടു. അയാളുടെ ഒപ്പമുണ്ട് തിജാറത്തും, കച്ചവടച്ചരക്കുമുണ്ട്. സഹ ഹജ്ജു, അയാളുടെ ഹജ്ജ് സഹിയാകും. ഉസീബാനായ അതിന് പ്രതിഫലവും കിട്ടും എന്നതിന്റെ മേലുള്ള ഉമ്മത്തിന്റെ ഇജ്മാ ഇതിന് സാക്ഷിയാണ്. ആ ഹജ്ജിനോട് കൂടി കലർന്നിട്ടുണ്ട് നഫ്സിന്റെ ഓഹരിയിൽപ്പെട്ട ഒരു ഓഹരി, കച്ചവടം ചെയ്യണം, ലാഭം കിട്ടുക ഉണ്ട് എങ്കിൽ തന്നെയും ഹജ്ജിന് കൂലി കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇജ്മാ ഈ മോളിൽ പറഞ്ഞതിന് സാക്ഷിയാണ്. ഞാൻ പക്ഷേ യുങ്കുനായുക്കാല, ഇപ്രകാരം പറയൽ സാധ്യമാകും. എപ്രകാരം? ഇന്നമാ യുസാബു അലാ അഅ്മാലിൽ ഹജ്ജി, ഹജ്ജിന്റെ അമലുകളുടെ മേൽ അയാൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് ഇൻദന്തിഹാഇഹി ഇലാ മക്കത്ത, അയാൾ മക്കയിൽ ചെന്ന് അവസാനിക്കുന്ന അവസരത്തിലാണ്. തിജാറത്ത്, കച്ചവടമാണെങ്കിൽ ഗൈറു മൗഖൂഫ് എന്നുള്ള, മക്കയിൽ പോകുന്നതിന്റെ മേൽ മൗഖൂഫല്ല, പോകുന്ന വഴിക്കാണ് കച്ചവടം ചെയ്യുന്നത്. മക്കയിൽ പോകുന്ന കച്ചവടത്തിന് വേണ്ടി അല്ലല്ലോ, മക്കയിൽ പോകുന്നതിന്റെ ഒരു മൗഖൂഫും അല്ല കച്ചവടം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫഹുവ ഖാലിസുൻ, ആ ഹജ്ജ് ഖാലിസാണ്. ഇന്നമൽ മുസ്തറഖ്, ഈ പങ്കായത് തൂലുൽ മസാഫത്ത്, ദീർഘമായ യാത്രയാണ്. ആ യാത്രയിൽ കച്ചവടത്തിന്റെ ചിന്ത വന്നു. വലാ സവാബ ഫീഹി, അതിന് പ്രതിഫലം ഇല്ല. മഹമാ കസറത്ത്, കച്ചവടത്തിനാണ് ഉദ്ദേശിച്ചെങ്കിൽ യാത്രയ്ക്ക് പ്രതിഫലം കിട്ടാത്തൊരവസ്ഥ വരും എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ? വലാക്കിൻ
അസ്സവാബു ശരിയായത് അയ്യുക്കാല ഇപ്രകാരം പറയപ്പെടല മഹ്മാക്കാനൽ ഹജ്ജു ഹജ്ജ് ആയാൽ ഹുവൽ മുഹരിക്കൽ അസ്ലിയായ പ്രേരക വസ്തു, ഇവനെ ഇളക്കി വിടുന്ന യഥാർത്ഥത്തിൽ ഹജ്ജാണ്. വക്കാന കാർദു തിജാറത്തി കച്ചവടത്തിന്റെ അവന്റെ ചിന്തയായി അവന്റെ ഉദ്ദേശമായി കൽ മൊഹീനി ഒരു സഹായി പോലെ, താബി പിൻപറ്റുന്നതിനെ പോലെ. അങ്ങനെ വരുമ്പോ ഫല യൻഫകു നഫ്സു സഫരി സഫർ തന്നെ ഒഴിവാകുകയില്ല ആൻ സവാബിമ്മ എന്തെങ്കിലും സവാബിനെ തൊട്ട്. ഇയാളുടെ മെയിൻ ചിന്ത ഹജ്ജാണല്ലോ, പിന്നെ അതിന്റെ താബിയാടല്ലേ മറ്റത് വന്നത്. അതുകൊണ്ട് യാത്രയിൽ ഒരു കൂലിയും കിട്ടത്തില്ലെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും കൂലിയെ തൊട്ട് ആ യാത്ര ഒഴിവാവുകയില്ല. ഇമാം ഗസാലി പറയാ. വേറൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നു, ഹിന്ദി എന്റെ അടുക്കൽ അന്നൽ ഗുസാത്ത ഗാസികൾ യുദ്ധം ചെയ്യുന്നവർ ലാ യുദ്രിക്കൂന ഫി അൻഫുസിഹിം അള്ളാഹുവിന്റെ വഴി യുദ്ധം ചെയ്യുന്നവർ അവരുടെ നഫ്സുകളിൽ അവർ എത്തിക്കുകയില്ല തഫ്രിഖത്തൻ ഒരു വേർതിരിവിനെ ബൈന ഗസ്ബിൽ കുഫാരി കുഫാറിനോട് ഫി ജിഹത്തിൻ ഒരു ജിഹത്തിൽ തക്സുറു ഫിയ അൽ ഗനായിമു ഗനീമത്തുകൾ വർദ്ധിക്കുന്ന ആ ജിഹത്തിൽ കുഫാറിനോട് ഗസ്ബ് ചെയ്യുന്നതിന്റെയും ബൈന ജിഹത്തിൻ ലാ ഗനീമത്ത് ഫിയ ഗനീമത്ത് ഇല്ലാത്തതിൽ ഗസ്ബ് ചെയ്യുന്നതിന്റെയും ഇടയിലുള്ള ഒരു വേർതിരിവിനെ അവർ എത്തിക്കുകയില്ല. അഥവാ ഹജ്ജിന് യുദ്ധത്തിന് പോകുന്നവര് ഗനീമത്ത് എന്നതിലേക്ക് കൂടി അല്ല യുദ്ധം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ വഴിയിലാണ് യുദ്ധം ചെയ്യുന്നത്. ചിലപ്പോൾ ഷഹീദാവും, ചിലപ്പോൾ ഗനീമത്ത് കിട്ടും. അല്ലാണ്ട് ഗനീമത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധം മറ്റേതിനു വേണ്ടി അങ്ങനെ വേർതിരിക്കുന്ന പരിപാടി അവർക്കില്ല. യുബാദു അയ്യുക്കാല ഇപ്രകാരം പറയപ്പെടൽ വളരെ വിദൂരമാണ്. എന്തെന്ന് ഇദ്റാഖു ഹാദിഹി തഫ്രിഖത്തി ഈ തഫ്രിഖ എത്തിക്കുക എന്നുള്ളത്. അത് പിന്നെ ഹജ്ജിന് പോകുന്ന അള്ളാഹുവിന് വേണ്ടി, യുദ്ധത്തിന് പോകുന്ന അള്ളാഹുവിന് വേണ്ടിയാണ്. പക്ഷെ പ്രതിഫലം ഗനീമത്തും കിട്ടും. അങ്ങനെ ഒരു തഫ്രിഖത്ത് അത് യഹബിത്തു അത് പാഴാക്കി കളയും, വീഴ്ത്തി കളയും. ബിൽ കുല്ലിയ മൊത്തമായി സവാബ് ജിഹാദ് അവരുടെ ജിഹാദിന്റെ സവാബിനെ വീഴ്ത്തി കളയും എന്ന് പറയൽ വളരെ വിദൂരമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ബലിൽ അതിലു നീതിപൂർവമായ വശം എന്താണ്? അഞ്ഞുക്കാർ ഇപ്രകാരം പറയപ്പെടലാണ് ഇതാക്കാനൽ ബാഹസുൽ അസ്ലിയു ഇയാളുടെ ഈ യുദ്ധത്തിന് പോകുമ്പോൾ അസ്ലിയായ ഇയാളുടെ പ്രേരണ വൽ മുസ്ഹജുൽ കവി ശക്തമായ ഇയാളുടെ ഇളക്കി പുറപ്പെടുവിക്കുന്ന വസ്തു അത് ഇലാഹു കലിമത്തില്ല, അള്ളാഹുവിന്റെ കലിമത്തിന്റെ എന്താണ് ഇല ആണ്. വൈന്നമർ റഗബത്ത് ഫിൽ ഗനീമ ഗനീമത്തിലുള്ള റഗബത്ത് അല സബീൽ തബഅയ നിലയിൽ വരുന്നതാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് ഫലാ യഹബിത്തു ബിഹി അതുകൊണ്ട് വീണു പോവുകയില്ല സവാബു ഈ ജിഹാദിന്റെ പ്രതിഫലം വീണു പോവുകയില്ല. ഇതാണ് ഹജ്ജിന്റെ വിഷയത്തിലും പറഞ്ഞത്. അത് തന്നെയാണ് മുകളിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിയാഇന്റെ ചെറിയൊരു ചിന്ത വന്ന് മറ്റതാണ് ഗാലിബെങ്കിൽ അള്ളാഹു തആല അവന് പ്രതിഫലം നൽകും. നഅം അതെ ലാ യുസാവി സവാബുഹു ഇയാളുടെ പ്രതിഫലം സമമാകത്തില്ല സവാബമൻ ഒരാളുടെ സവാബിനോട്. ലാ യൽതഫിതു അയാളുടെ കൽബി തിരിഞ്ഞു നോക്കുകയില്ല ഇല ഗനീമത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. എനിക്ക് വേണ്ടത് അള്ളാഹിന്റെ തൃപ്തി മാത്രമാണ് എന്ന് പറയുന്ന ജിഹാദികളുടെ ഗാസികളുടെ ജിഹാദിനോട് ഈ അല്പ ഗനീമത്ത് ആഗ്രഹിക്കുന്ന ജിഹാദിന്റെ പ്രതിഫലം തുല്യമാകത്തില്ല. അസിന് ഒട്ടും തന്നെ ഉറപ്പാണ്. പിന്നെ ഹാദൽ ഇൽത്തിഫാത്ത കാരണം ഈ ഇൽത്തിഫാത്ത് എന്ന് പറയുന്നത് എന്തിലേക്ക് ഗനീമത്തേക്ക് ചെറുതായിട്ട് നോക്കുക, അത് നുഖ്സാൻ ചെറിയൊരു ന്യൂനത തന്നെയാണ്. ലാ മഹാരത്ത നിസ്സംശയം അതൊരു ന്യൂനത തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും അയാൾ അള്ളാഹുവിന്റെ ഇലാഹ് കലിമത്തിന് വേണ്ടിയാണ് പണിയെടുത്തത്, അതുകൊണ്ട് അയാൾക്ക് കൂലി കിട്ടും. അപ്പോ ഒരാളുടെ അമലില് രണ്ട് ചിന്ത വന്നു എങ്കിൽ ചിന്ത പിന്നെ തഖർറുബിന്റെ ചിന്തയാണ് കൂടുതലെങ്കിൽ ഇൻഷാ അള്ളാഹ് അയാൾക്ക് അതുകൊണ്ട് പ്രതിഫലം കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ബാക്കി പിന്നീട്.